ഭാര്യ ഭർത്ത് കുടുംബജീവിതത്തിൽ ഒരു ഭാര്യ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെ എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയം നിങ്ങൾ പഠിച്ചു വെക്കുക, അറിഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിപ്പിക്കാൻ, ഐക്യം വർദ്ധിപ്പിക്കാൻ, നിങ്ങളും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം ബലം കൂട്ടാൻ ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഭാര്യമാർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യം. പ്രിയപ്പെട്ട സഹോദരന്മാരാണ് ഇത് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഭാര്യമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഭാര്യമാർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമതായിട്ട് പറയുന്നത്, ഒരു കൂട്ടുകാരും ഭർത്താവിനേക്കാൾ വലിയതല്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഭർത്താവ് കഴിഞ്ഞിട്ട് കൂട്ടുകാർക്ക് സ്ഥാനം കൊടുക്കുക. തിരിച്ചും ആ ബഹുമാനം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാലും, എത്ര നല്ല കൂട്ടുകാരുണ്ടായാലും ഭർത്താവ് കഴിഞ്ഞിട്ടേ ആ കൂട്ടുകാർക്ക് സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ. ഭർത്താവായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാരൻ, നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആദ്യത്തെ ഫ്രണ്ട്, ഒന്നാമത്തെ ഫ്രണ്ട് നിങ്ങളുടെ ഭർത്താവാണ്. അത് തിരിച്ചും അങ്ങനെ തന്നെ. ഭർത്താവിനും ബെസ്റ്റ് ഫ്രണ്ട് എന്നത് ഭാര്യയായിരിക്കണം. എന്നിട്ട് മറ്റുള്ള ഫ്രണ്ട്സുകൾക്ക് സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയായി കഴിഞ്ഞാൽ തന്നെ ജീവിതം എന്ത് സന്തോഷമായിരിക്കും അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഭാര്യ ഭർത്താവിനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുക, ഭർത്താവ് ഭാര്യയെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുക. ഇങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കൂ. എന്ത് രസകരമായിരിക്കും, എന്ത് ആനന്ദകരമായിരിക്കും, എന്ത് സന്തോഷമായിരിക്കും അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത കാര്യമാണ്, അവൻ്റെ പണം ശ്രദ്ധയോടെ മാത്രം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധയോടെ മാത്രം പണം ചെലവഴിക്കുക. പണത്തെ ബഹുമാനിക്കുക. അനാവശ്യമായിട്ട് ഒരിക്കലും പണം ചെലവഴിക്കരുത്. പണം അത് അതിൻ്റെ മൂല്യത്തിൽ, അത് അതിൻ്റെ ബഹുമാനത്തോടു കൂടി നല്ല രീതിയിൽ മാത്രം പണം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. ചില വീടുകളിൽ സ്ത്രീകൾക്ക് നല്ല കരുതലായിരിക്കും, ചിലപ്പോൾ ഭർത്താക്കന്മാരായിരിക്കും പണം ആവശ്യമില്ലാതെ ചെലവാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരും ഈ കാര്യം ശ്രദ്ധിക്കണം. ഇനി ഭാര്യയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ പണം നിങ്ങളുടെ പണമാണ്. അത് അനാവശ്യമായിട്ട് ചെലവഴിക്കാതിരിക്കുക. അനാവശ്യമായിട്ട് ഭർത്താവിനെ കൊണ്ട് പണം ചിലവഴിപ്പിക്കാതിരിക്കുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ പണം അനാവശ്യമായിട്ട് കളയരുത്. അത് നിങ്ങളുടെ പണമാണെങ്കിലും, ചില സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ടാകും, അത് നിങ്ങളുടെ പണമാണെങ്കിലും നിങ്ങൾ അനാവശ്യമായിട്ട് ചിലവഴിക്കരുത്. പണത്തെ ബഹുമാനിക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഭർത്താവ് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ആലോചിക്കുക. ചിലപ്പോൾ ഭർത്താവ് പറഞ്ഞത് വളരെ ശരിയായിരിക്കും. ഭർത്താവ് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയുമ്പോൾ അതിന് പെട്ടെന്ന് എതിർത്ത് ഭർത്താവിൻ്റെ തെറ്റ് കണ്ടെത്തുന്നതിന് മുമ്പ് അതിൽ ശരിയുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുന്നത് നല്ലതാണ്. അത് ഭാര്യ പറയുമ്പോൾ ഭർത്താവും ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ എടുത്തു ചാടി വഴക്കിനൊന്നും നിൽക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഭർത്താവായാലും ഭാര്യയായാലും. ഇനി അടുത്തതായിട്ട് 4-മതായിട്ട് പറയുന്ന കാര്യമാണ്, അവൻ ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നന്ദിയുള്ളവളാവുക എന്നുള്ളത്. ഭർത്താവ് ചെയ്തു തരുന്ന കാര്യങ്ങൾക്ക്, ഭർത്താവ് നിങ്ങളെ എങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നോ, നിങ്ങളെ എങ്ങനെയൊക്കെ സ്നേഹിക്കുന്നോ, നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു തരുന്നോ അതിനൊക്കെ നന്ദിയുള്ളവരായിരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഭർത്താവായാലും നിങ്ങളുടെ ഭാര്യ നിങ്ങളെ എങ്ങനെയൊക്കെ പൊന്നുപോലെ സ്നേഹിക്കുന്നുവോ, നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു തരുന്നുവോ, നിങ്ങളെ എങ്ങനെയെല്ലാം അവൾ കെയർ ചെയ്യുന്നുവോ, എന്നാൽ ആ സ്നേഹം നിങ്ങൾ അവൾക്കും തിരിച്ചു കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പരസ്പരം നന്ദിയുള്ളവരായിരിക്കുക. ഭർത്താവിനോട് ഭാര്യയ്ക്ക് നന്ദി ഉണ്ടാവണം, ഭർത്താവിന് ഭാര്യയോടും നന്ദി ഉണ്ടാവണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിയുള്ളവരായിരിക്കുക, നന്ദിയുള്ള ആളുകളായിരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ജീവിതം വളരെയേറെ ആനന്ദകരമാക്കാൻ സാധിക്കും, സന്തോഷകരമാക്കാൻ കഴിയും. ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നല്ല ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.